കേരളത്തിൻ്റെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സ്വപ്നമാണ് ദേശീയപാത നിർമ്മാണം പൂർത്തിയാവുക എന്നത്. ഈ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴുകയാണോ? സ്വപ്നപാതയ്ക്കായി ഇറങ്ങിത്തിരിച്ചവർക്ക് ജാഗ്രത കുറവുണ്ടായോ? ഭൂപ്രകൃതി മനസ്സിലാക്കാതെയുള്ള നിർമ്മാണം തിരിച്ചടിയായോ? ഇന്നും തകർച്ചയുമായി ബന്ധപ്പെട്ട കുറ്റപ്പെടുത്തലുകൾ തുടർന്നു. സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിലും ദേശീയപാത നിർമ്മാണം ഇടം പിടിച്ചിട്ടുണ്ട്. LDF സർക്കാരിൻ്റെ ഇടപെടൽ വഴി ദേശീയപാത 66 യാഥാർത്ഥ്യമാകുന്നു. പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിന്നും ക്രിയാത്മകമായ ഇടപെടൽ നടത്തി എന്നതൊക്കെ. പക്ഷേ ഒറ്റ മഴ പെയ്തപ്പോൾ എത്ര റീച്ചുകളിൽ വിണ്ടുകീറലും പൊട്ടിപ്പൊളിയലും ഉണ്ടാവുകയാണ്. തലനാഴിലേക്ക് രക്ഷപ്പെട്ട യാത്രക്കാർ ആ സംഭവം വിവരിക്കുന്ന ഞെട്ടലോടെയാണ്. അതിവർഷമുള്ള സംസ്ഥാനമാണ് കേരളം, നമുക്കറിയാം. വലിയ മഴക്കാലം വരുന്നു, അതിതീവ്ര മഴ വരുന്നു. പൊളിഞ്ഞ വികസനമാണോ നാടിനെ കാത്തിരിക്കുന്നത്? അപകടകരമായ വികസനം എന്ത് പ്രത്യാഘാതമുണ്ടാക്കും? റെയിൽസ് ഇടുന്നതിനൊപ്പം പ്രശ്നപരിഹാരവും അതിൻ്റെ കാരണങ്ങളും കണ്ടെത്തുകയല്ലേ അതിവേഗം വേണ്ടത്? നാടിനെ മനസ്സിലാക്കിയല്ലേ ഭരണാധികാരികൾ മുന്നോട്ട് പോകേണ്ടത്?